നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ. സിനിമയിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയത് ഒറ്റക്കെട്ടായ തീരുമാനമെന്ന് മോഹൻലാലിന്റെ പോസ്റ്റ് പങ്കുവച്ച് പൃഥ്വിരാജ്. പോലീസിന്റെ ലഹരിവേട്ട ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരുന്നു. ലഹരിക്കടത്തുകാരെ കുറിച്ച് പൊതുജനത്തിന് ആന്റി നർക്കോട്ടിക് കൺട്രോൾ റൂമിൽ അറിയിക്കാമെന്ന് പോലീസ്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ഗതാഗത നിയന്ത്രണത്തിന് മതിയായ സംവിധാനം ഏർപ്പെടുത്തുന്നില്ലെന്ന് ആക്ഷേപം. അയ്യന്തോളിൽ കാളക്കൂറ്റന്മാരുടെ ശല്യം രൂക്ഷം. കളക്ടറേറ്റ് പരിസരത്തും കോടതി സമുച്ചയ വളപ്പിലുമാണ് കാലിക്കൂട്ടം വിഹരിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭാഗമായുള്ള അശ്വതി കാവു തീണ്ടൽ നാളെ. ക്ഷേത്രസന്നിധിയിലേക്ക് ഭക്തിലഹരിയിൽ കോമരക്കൂട്ടങ്ങളുടെ ഒഴുക്ക്. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. കണ്ടെയ്നർ ലോറി ഡ്രൈവർക്കും കാറിൽ യാത്ര ചെയ്തിരുന്ന കുട്ടിക്കുമാണ് പരിക്കേറ്റത്. കണ്ണാറയിൽ നീർച്ചാലിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. വീണ്ടശ്ശേരി സ്വദേശി ഫ്രാമ്പിക്കൽ ഷാജിയാണ് മരിച്ചത്. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ആശാവർക്കർമാർ നാളെ മുതൽ മുടിമുറിക്കൽ സമരം നടത്തും. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം തുടരുന്നു. KSRTC മാള ഡിപ്പോയിലെ ജീവനക്കാർക്ക് ചിക്കൻ പോക്സ് പടരുന്നു. ജീവനക്കാർക്ക് പ്രതിരോധ മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ലെന്ന് ആക്ഷേപം. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ വിശ്വാസികൾ. മൈലാഞ്ചിയിട്ടും പുത്തനുടുപ്പുകൾ വാങ്ങിയും പെരുന്നാൾ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസ സമൂഹം. ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന കൗൺസിൽ തൃശൂരിൽ ചേർന്നു. BMS മുൻ ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CK സജിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി നെല്ലുവായ് സെന്ററിന് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്കേറ്റു. മുരിങ്ങത്തേരി വടക്കോട്ടുപറമ്പിൽ വീട്ടിൽ ഷജിൽ, മുരിങ്ങത്തേരി വീട്ടിൽ നവി എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ കോർപ്പറേഷൻ അരണാട്ടുകര ഡിവിഷനിൽ മാലിന്യമുക്തം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി ഡിവിഷൻ തല ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരള മഹിളാ സംഘം NFIW തിരുവില്ലാമല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MSWവിൽ സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനി വിജയലക്ഷ്മിയെ അനുമോദിച്ചു. ബിന്ദു വിജയകുമാർ, സിന്ധു സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ഒളരിക്കര ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം ദിനാചരണം സംഘടിപ്പിച്ചു. ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, ഫാദർ ജിജോ വള്ളൂപ്പാറ എന്നിവർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകി. SNDP യോഗം പൂപ്പത്തി ശാഖയിലെ യൂണിറ്റ് വാർഷിക പൊതുയോഗം യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MK കൃഷ്ണദാസ് അധ്യക്ഷനായി. വെള്ളിക്കുളങ്ങര റിഫായി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്നും മാനവ സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത ദർശന സഭാ സമൂഹത്തിന്റെ സംഗമവും പൊതുസമ്മേളനവും വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ ആരംഭിച്ചു. സംഗമത്തിന്റെ പതാക ഉയർത്തൽ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. കൊടകര കുഴൽപ്പണക്കേസിൽ BJP നേതാക്കളെ ഒഴിവാക്കിയ ED നടപടിയിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ഒളരി ഡിവിഷൻ തല മാലിന്യമുക്ത പ്രഖ്യാപനവും ശുചിത്വ പ്രഖ്യാപന ജാഥയും നടന്നു. സാമൂഹ്യ പ്രവർത്തകൻ സാജൻ K ജോർജ് സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ പൂത്തോൾ 38-ാം ഡിവിഷനിൽ മാലിന്യമുക്തം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി ഡിവിഷൻ തല ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് AY ഗാലിത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സിനിമാ മേഖലയെക്കുറിച്ച് സംവാദം സംഘടിപ്പിച്ചു. ചലച്ചിത്ര സംവിധായകൻ സതീഷ് വെങ്ങാനൂർ മുഖ്യപ്രഭാഷണം നടത്തി. മരത്താക്കര മേരി ഇമാക്കുലേറ്റ് ദേവാലയത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട് മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
മാലിന്യമുക്ത കേരളം ശുചീകരണ യജ്ഞം CPM ഏരിയ തല ഉദ്ഘാടനം കുന്നത്തുംകര പാലിക്കുഴികുളം ശുചീകരിച്ചുകൊണ്ട് ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സതീഷ് ചന്ദ്രൻ, PV ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. വരവൂർ മാലിന്യമുക്ത പഞ്ചായത്തായുള്ള പ്രഖ്യാപനം ചേലക്കര MLA UR പ്രദീപ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും പെരുന്നാൾ കിറ്റ് വിതരണവും വെള്ളറക്കാട് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EP കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ കൈകോർക്കാനുള്ള എരുമപ്പെട്ടി ജാഗ്രതാ സമിതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. ജാഗ്രതാ സമിതി ചെയർമാൻ ഫാദർ ജോഷി യാളൂർ അധ്യക്ഷനായി. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ മസ്തൂർ സംഘ് ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. BMS സംസ്ഥാന സെക്രട്ടറി P ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിലിൽ നടക്കും. E.T. ടൈസൺ MLA കൊടിമരം നാട്ടൽ നിർവഹിച്ചു. കുന്നംകുളം പയ്യൂർക്കാവ് ദേശം സാംസ്കാരിക കൂട്ടായ്മ ലഹരി വിരുദ്ധ ക്ലാസും വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും നടത്തി. പയ്യൂർക്കാവ് ദേശം ഉത്സവാഘോഷ കമ്മിറ്റി കോർഡിനേറ്റർ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് നെല്ലിക്കുന്ന് പരപ്പ് പള്ളിമേപ്പുറം മേഖല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. വാർഡംഗം ഗഫൂർ കടങ്ങോട് അധ്യക്ഷനായി. എടത്തുരുത്തി പഞ്ചായത്ത് 3-ാം വാർഡിൽ അരുണോദയം അംഗൻവാടി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നടന്നു. E.T. ടൈസൺ MLA തറക്കല്ലിടൽ നിർവഹിച്ചു. ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KM ഷാനിർ ഉദ്ഘാടനം ചെയ്തു. CPIM മലന്തരപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനം നടന്നു. CPIM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേത്രദാന സമ്മതപത്ര വിതരണം നടന്നു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടിയിൽ ലഹരിക്കെതിരെ അരങ്ങേറിയ ലഘുനാടകം കുട ശ്രദ്ധ നേടി. എരുമപ്പെട്ടി ജാഗ്രതാ സമിതി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സദസ്സിലാണ് നാടകം അരങ്ങേറിയത്. IAS പദവി കരസ്ഥമാക്കിയ കല്ലിടവഴി സ്വദേശി ഡോക്ടർ MC രജിലിനെ അന്തിക്കാട് പഞ്ചായത്ത് ആദരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ നേതൃത്വം നൽകി. പടിയം പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. CC മുകുന്ദൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. 100-ലധികം പേർ റാലിയിൽ അണിനിരന്നു. അന്തിക്കാട് സാന്ത്വനം ട്രസ്റ്റിന്റെയും സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിന്റെയും 24-ാം വാർഷികം ആഘോഷിച്ചു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് സുബ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പൊങ്ങണംകാട് സെന്റ് മേരീസ് ചർച്ച് CLC സംഘടനയുടെ നേതൃത്വത്തിൽ ലോക CLC ദിനം ആഘോഷിച്ചു. ഇടവക വികാരി ജോബി ചുള്ളിക്കാട് പതാക ഉയർത്തി. മതിലകത്ത് ഭരണി ഭക്തർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ സ്വകാര്യ ബസ്സിലിടിച്ച് അപകടം. ട്രാവലറിലുണ്ടായിരുന്ന 6 പേർക്ക് പരിക്കേറ്റു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.